ഈശോയിൽ സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം അധ്യായം 11 വാക്യം 29 നമ്മളിങ്ങനെ വായിക്കുന്നു: ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. ഈശോയിൽ നിന്ന് പഠിക്കുവാൻ ഈശോ നമ്മോട് ആവശ്യപ്പെട്ട ഒരു പുണ്യമാണ് വിനയം, എളിമ. വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം വളരെ പ്രധാനമായി പഠിപ്പിച്ചിരുന്നതാണ് പഞ്ചസുഹൃതങ്ങൾ. ഈ പഞ്ചസുഹൃതങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുഹൃതമാണ് എളിമ അല്ലെങ്കിൽ വിനയം. വിശുദ്ധ വിൻസെൻ്റ് എളിമയെക്കുറിച്ച് പഠിപ്പിക്കുക ഇപ്രകാരമാണ്: സർവ നന്മകളും ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് അംഗീകരിക്കുന്നതാണ് എളിമ. നമുക്കറിയാം, പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളുടെയും വിജയങ്ങളുടെയും അല്ലെങ്കിൽ നമ്മൾ വഴി ചെയ്ത നല്ല കാര്യങ്ങളെയും കുറിച്ചൊക്കെ ചിന്തിച്ച് അതിൻ്റെ മഹത്വവും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിച്ച് അഹങ്കരിക്കുന്നവരോ അഭിമാനിക്കുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷെ വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ പഠിപ്പിക്കുകയാണ്, ഒരു നന്മയും നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് മാത്രം ആണ് നടന്നതെന്ന് ചിന്തിക്കരുത്. അദ്ദേഹം ഒരിക്കൽ ഒരു ആശ്രമശ്രേഷ്ഠന്, അദ്ദേഹത്തിൻ്റെ തന്നെ സഹകാരിയായ ഒരു ആശ്രമശ്രേഷ്ഠന് അദ്ദേഹം ഇങ്ങനെ എഴുതി: യാതൊരു നന്മയും താങ്കളുടെ സ്വന്തം കഴിവ് കൊണ്ടാണെന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം താങ്കൾ ചെയ്യുന്നത് മോഷണവും ദൈവത്തോടുള്ള ദ്രോഹവുമായിരിക്കും. കാരണം അവിടെ നിന്നാണ് സകല നന്മകളുടെയും ഉറവിടം. അപ്പോൾ വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ പറയുകയാണ്, യഥാർത്ഥത്തിലുള്ള എളിമ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ സംഭവിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും നേട്ടങ്ങളുടെയും വിജയങ്ങളുടെയും ഒക്കെ മഹത്വം ദൈവത്തിന് കൊടുക്കുക. ദൈവസഹായത്താൽ എനിക്കത് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നതിനാലാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഇപ്രകാരം പഠിപ്പിക്കുന്നത്: ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ നമുക്ക് ഒരുങ്ങുമ്പോൾ ഈ സുഹൃതം നമുക്ക് വളർത്തിയെടുക്കാം. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണെന്ന് അംഗീകരിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ അത് പങ്കുവയ്ക്കുവാനുമുള്ള എളിമ നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ പഠിപ്പിക്കുകയാണ്, നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും പരിശ്രമത്തിലൂടെയുമാണ് നമുക്ക് ഈ പുണ്യം നമുക്ക് സ്വന്തമാക്കി തീർക്കുവാൻ സാധിക്കുക. അദ്ദേഹം ഇങ്ങനെയാണ് ഉപദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഇപ്രകാരം എങ്ങനെ ഈ എളിമ സ്വന്തമാക്കാം എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്: തുള്ളി തുള്ളിയായി വീഴുന്ന വെള്ളം പാറയെയും മാർബിളിനെ പോലും തുളയ്ക്കുന്നത് പോലെ ഈ വിഷയത്തെ പറ്റിയുള്ള കൂടെയുള്ള ധ്യാനത്തിലൂടെ നമുക്ക് മാറ്റമുണ്ടാകുമെന്ന് ചിന്തിക്കാൻ ന്യായമുണ്ട്. അങ്ങനെ ദൈവകൃപയാൽ എളിമ സമ്പാദിക്കുന്നതിനും അതിനെതിരായ തിന്മകൾ വർജിക്കുന്നതിനും നമുക്ക് കഴിയും. വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ പ്രത്യേകം അനുസ്മരിക്കുന്ന ഈ സെപ്റ്റംബർ മാസത്തിൽ വിശുദ്ധ വിൻസെൻ്റിൻ്റെ മാധ്യസ്ഥതയിലൂടെ എളിമ അഭ്യസിക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ.